ആരി വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ. ബോഡി കംപ്ലീറ്റ് വരുന്നത് വർലി ഡിസൈൻസ് ആണ്. വർലി ഡിസൈൻസിൽ നല്ലൊരു മൾട്ടി കളർ പാലറ്റിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വന്നിട്ട് അപ്പറും ലോവറും ബോർഡർ വരുന്നതും മുന്താണി ഫുൾ ആരി വർക്കിൽ തന്നെ വരുന്ന സാരി. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ട്രാൻസ്പെറൻസി ഇല്ല സാരി. ഞാൻ 1 ലെയറിൽ കാണിക്കാം. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു വർലി ഡിസൈൻസ് വരുന്നത്. ഇതിൻ്റെ ആ ഡിസൈനിൽ മൾട്ടി കളറിലാണെങ്കിലും പ്രോമിനൻസി കൂടുതൽ വരുന്നത് ബ്ലൂ ആണ്. നല്ലൊരു റോയൽ ബ്ലൂ. ഞാനിപ്പം കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൗസിന്റെ കളർ ഉണ്ടല്ലോ, അതേ ആ ഒരു പ്രോമിനൻസി കൂടുതൽ ആ ഒരു ഫിഗേഴ്സിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കളറിലായിരിക്കും ബ്ലൗസ് വരുന്നത് കേട്ടോ. ഇതാണ് ബോർഡർ വരുന്നത്. ആ ഒരു ആരി വർക്കിലായിരിക്കും 2 സൈഡും ബോർഡർ വന്നിട്ട് മുന്താണി ഫുൾ ആരി വർക്കിന്റെ ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ബ്ലൂ ടോൺ, ഓക്സ്ഫോർഡ് ബ്ലൂ ടോണിലാണ് മുന്താണിയുടെ എൻഡ് വരുന്നത്. ഇതേ കളറിൽ വർലി ഡിസൈനിലാണ്. ഈ ഒരു ബ്ലൂവിൽ വർലി ഡിസൈനിലായിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. വളരെ ഒതുങ്ങിയിരിക്കുന്ന ഫാബ്രിക്കാണ്. ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഫുൾ അതേ വർലി പാറ്റേൺ, ഡബിൾ സൈഡ് ആരി വർക്കിന്റെ ബോർഡർ, മുന്താണി ആൻഡ് റണ്ണിങ് ബ്ലൗസ്. സെയിം പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത്. ഫുൾ ബോഡി വർലി ഡിസൈനിൽ തന്നെ വന്നിട്ട് ആ ഒരു ആരി വർക്കിന്റെ ബോർഡർ ആയിരിക്കും അപ്പുറം ലോവറും വരുന്നത്. സെയിം സ്റ്റൈൽ. ഇതിൽ ആ ഒരു പ്രോമിനൻസി കൂടുതൽ വരുന്നത് ലാവൻഡർ ആണ്. ഒരു വർലി ഡിസൈനിൽ ലാവൻഡർ മോട്ടീവ്സ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ലാവൻഡറിലായിരിക്കും മുന്താണിയുടെ എൻഡ് വരുന്നതും ബ്ലൗസ് വരുന്നതും ലാവൻഡറിലായിരിക്കും. പല്ലു അതേ ആരി വർക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് മുന്താണിയിൽ വരുന്നത്. എൻഡിൽ വരുമ്പോൾ ലാവൻഡർ ടോണിലായിരിക്കും വരുന്നത്. ലാവൻഡറിൽ തന്നെ ആ ഒരു വർലി ഡിസൈനിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ. ഫസ്റ്റ് സാരിയിൽ വരുമ്പോൾ ബ്ലൂ ആയിരുന്നു, സെക്കൻഡ് സാരി ലാവൻഡർ. സെയിം പാറ്റേൺ, സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. ഫുൾ ബോഡി അതേ ആ ഒരു വർലി ഡിസൈൻസ് വന്നിട്ട് ആരി വർക്കിന്റെ ബോർഡർ, സെയിം സ്റ്റൈൽ പല്ലു. ഇതിൽ വരുന്ന പ്രോമിനൻസി കൂടുതൽ വരുന്നത് ഒലിവ് ഗ്രീൻ ആണ്. ഒലിവ് ഗ്രീൻ ബീഡിങ് ആയിരിക്കും മുന്താണിയുടെ എൻഡിൽ വരുന്നത്. ഒലിവ് ഗ്രീനിൽ തന്നെ വർലി ഡിസൈനിലുള്ള സെൽഫ് പ്രിന്റഡ് ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു കോപ്പറിഷ് ബ്രൗൺ ആണ്. കോപ്പർ ബ്ലെൻഡഡ് ബ്രൗൺ ആണ് സാരിയിൽ ആ ഒരു പ്രോമിനൻസി കൂടുതൽ വരുന്നത് കേട്ടോ. വർലി എല്ലാം സെയിം പാറ്റേൺ, ആരി വർക്ക് തന്നെ ആയിരിക്കും 2 സൈഡിലും ബോർഡർ വരുന്നത്. എല്ലാ സാരീസിന്റെയും ആ ഒരു ബേസ് കളർ വരുന്നത് ചിക്കു ടോണിലാണ്. ചിക്കുവിലാണ് ഈ ഒരു വർലി ബോർഡറും മുന്താണി വരുന്നതും. കോപ്പറിഷ് ബ്രൗണിലാണ് ആ ഒരു വർലി ഡിസൈനിൽ സെൽഫ് പ്രിന്റഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ അക്വാ ഗ്രീൻ ആണ്. ആ ഒരു വർലി ഡിസൈനിന്റെ മോട്ടീവ്സിൽ അക്വാ ഗ്രീനും വരുന്നുണ്ട്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആരി വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ വരുന്നത് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നമുക്ക് 1 ലെയറിൽ കൊടുക്കാം, കാരണം ട്രാൻസ്പെറൻസി ഇല്ല സാരിക്ക്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഫുൾ ആരി വർക്ക് തന്നെ മുന്താണി വന്നിട്ട് ആ ഒരു അക്വാ ഗ്രീനിൽ തന്നെ ആയിരിക്കും സെൽഫ് പ്രിന്റഡ് ബ്ലൗസ്. ഡിസൈനും ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് വരുന്ന സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ പാറ്റേൺ വരുന്നത്, ഫാബ്രിക് വരുന്നത്. അതിൽ നല്ലൊരു ജോമെട്രിക്കൽ അബ്സ്ട്രാക്ട് ഡിസൈനിൽ മൾട്ടി കളറിൽ നല്ലൊരു പേർപ്പിൾ ആണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഫുൾ സാരി വന്നിട്ട് ഒരു ബനാറസി സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും. ഒരു സെറീവ് വൺ സ്റ്റൈലുള്ള ബോർഡർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ലോവറും ആ ഒരു പാറ്റേണിലെ ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് സെമി സിൽക്ക് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ട്രാൻസ്പെറന്റ് അല്ല സാരി, നോൺ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ, വളരെ ലൈറ്റ് വെയിറ്റിൽ വന്നിരിക്കുന്ന സാരിയാണ്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരിയാണ്. പല്ലു ഷോർട്ട് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. പെൻസിൽ ഗ്രേ ആണ് സാരിയിൽ. ഒരു പ്രോമിനൻസി കൂടുതൽ പെൻസിൽ ഗ്രേ ആണ്. ഡിസൈൻസ് വരുന്നത് ആ ഒരു മൾട്ടി കളർ തന്നെയായിരിക്കും. നല്ല പാറ്റേൺ ആണ്, നല്ല ഡിസൈൻ ആട്ടോ സാരി വരുന്നത്. ഈ ഒരു ജോമെട്രിക്കൽ ഡിസൈനിൽ തന്നെ വരുന്നുണ്ട്. ഡബിൾ സൈഡിലും ആ ഒരു ഗ്രേയിലാണ് ആ ഒരു ബനാറസി സ്റ്റൈലുള്ള സെറീവ് വൺ പാറ്റേണിലുള്ള ബോർഡർ വന്നിട്ട് ഷോർട്ട് പല്ലു ആൻഡ് റണ്ണിങ് ബ്ലൗസ്. അടുത്ത കളറും നല്ലൊരു ഷെയ്ഡാണ്. ഇതൊരു പേർപ്പിളും ഒണിയൻ പിങ്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയിൽ ആ ഒരു ടോൺ വരുന്നത്. പ്രോമിനൻസി കൂടുതൽ ആ ഒരു ടോണിലായിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ്. പാറ്റേൺ മാറിയിട്ടുണ്ട്, ഡിസൈൻ മാറിയിട്ടുണ്ട്. ഫുൾ അതേ ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ആയിരിക്കും. ആ ഒരു ഡിസ്ചാർജ് പ്രിന്റും ഡിജിറ്റൽ പ്രിന്റഡ് പാറ്റേണിലാണ്. ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സാണ് വരുന്നത് സാരിയിൽ. ഇത് ആ ഒരു ബനാറസി സ്റ്റൈലിൽ തന്നെയുള്ള സെറീവ് വൺ പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്നത്. ഫ്ലോറൽ പാറ്റേണിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് പക്ഷേ സഫിഷ്യന്റ് ആയിരിക്കത്തില്ല. ലാസ്റ്റ് സാരിയാണ്. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഒരു അക്വാ ബ്ലൂ അക്വാ ഗ്രീൻ ബ്ലെൻഡഡ് ടോണിലാണ് സാരിയിൽ ആ ഒരു ബേസ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻ തന്നെയായിരിക്കും. സെയിം സ്റ്റൈലിൽ അതേ ഫ്ലോറൽ പാറ്റേണിൽ തന്നെയായിരിക്കും ബോഡി വന്നിട്ട്. ഡബിൾ സൈഡിലും ഒരു സെറീവ് വൺ സ്റ്റൈലുള്ള ബോർഡ് മുന്താണി. ഇതാണ് സാരിയുടെ പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്.